നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞാൻ കാരണം ഒരു കുടുംബത്തിലെ സ്വസ്ഥതയും കൂടി പോയി കിട്ടിയല്ലേ. അഗ്നി നക്ഷത്രമാണെന്ന് തോന്നുന്നു ഡോക്ടർ. ഞാൻ ചെന്ന് കയറുന്നിടം ചുട്ടിരിക്കുന്നവള്. ഇതൊക്കെ ദേവികയുടെ കുഞ്ഞു തലയിലെ ഓരോ തോന്നലുകളല്ലേ. എല്ലാ പാപങ്ങളെയും എരിച്ച് ശുദ്ധീകരിക്കുന്നതല്ലേ അഗ്നി. അഗ്നി സത്യമാണ്. അതുകൊണ്ടാണല്ലോ 2 ജന്മങ്ങൾ അഗ്നിസാക്ഷിയായി കൈകോർത്ത് പിടിച്ച് ജീവിതം തുടങ്ങുന്നത്. ഡോക്ടറെ പറയുന്നതൊന്നും എന്റെ തലയിലോട്ട് കയറുന്നില്ല. സുധേട്ടന്റെ വീട്ടിലും പ്രശ്നം, സിദ്ധാർത്ഥന്റെ വീട്ടിലും പ്രശ്നം. ഇതിനെന്താ ഒരു പരിഹാരം എന്ന് ഡോക്ടർ പറയേ. 2 വീട്ടിലും പ്രശ്നമായ സ്ഥിതിക്ക് ആ പ്രശ്നം തീർക്കാൻ ഒറ്റ മാർഗമുള്ളൂ. 2 വീട്ടുകാരും ബന്ധുക്കളാവ് എന്നുവെച്ചാ ദേവികയുടെയും സിദ്ധാർത്ഥന്റെയും വിവാഹം നടത്തുക. സ്വാമിയുടെ ചുമ്മാ. അതെ, അതാണ് ദേവിക വേണ്ടത്. തീരുമാനം ദേവികയുടേത്. ഞങ്ങൾക്കെല്ലാം പറയാനല്ലേ കഴിയും. പക്ഷെ മനസ്സൊന്നൊന്നില്ലേ ഡോക്ടർ? മനസ്സങ്ങോട്ട് പാകപ്പെടണ്ടേ? വടിയെടുത്ത് മെരുക്കേണ്ട ഒരു കുട്ടിയല്ല മനസ്സെന്ന് എനിക്കറിയാം. തീ പിടിച്ചൊരു കുതിരയാണ് മനസ്സ്. അത് ഇഷ്ടമുള്ളിടത്തേക്ക് പായും. പക്ഷേ മനസ്സിനെ മെരുക്കിയാൽ നമ്മൾ ജയിച്ചു. ദേവിക ഒന്നോർക്കണം, ദേവിക സിദ്ധുവുമായുള്ള വിവാഹത്തിന് സമ്മതിക്കില്ല. ശരി, സമ്മതിച്ചു. സിദ്ധു മയൂരിയെ തന്നെ വിവാഹം ചെയ്തുവെന്ന് കരുതുക. ഈ ജീവിതത്തിൽ സിദ്ധുവിന് മനസ്സമാധാനം കിട്ടുമോ?